നാട്ടിൽ നല്ലപോലെ തയ്യൽ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ തയ്യൽ പഠിച്ചിട്ടും ഗൾഫിൽ ഭർത്താവിൻ്റെ അടുത്ത് എത്തിയ ശേഷം റൂമിലെ 4 ചുവരുകൾക്കുള്ളിൽ വെറുതെ ഇരുന്ന് സമയം കളയുന്ന ഒരു വിസിറ്റ് വിസക്കാരിയോ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫാണോ നിങ്ങൾ? രാവിലെ ഭർത്താവ് ജോലിക്ക് പോയാൽ പിന്നെ വൈകുന്നേരം വരുന്നത് വരെ ഫോണിൽ റീൽസും യൂട്യൂബും കണ്ട് മടുത്തു തുടങ്ങിയോ? എനിക്കും എൻ്റെ ഭർത്താവിനെ സാമ്പത്തികമായി ഒന്ന് സഹായിക്കണം, ഈ ഗൾഫ് നാട്ടിൽ വെറുതെ ഇരിക്കാതെ സ്വന്തമായി 4 പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ വിഷമിക്കുന്നവരാണോ? എങ്കിൽ കേട്ടോ കേട്ടോ, ആ ഒരു കൊച്ചു റൂം തന്നെയാണ് നിങ്ങളെ ഭാഗ്യം. ഒരു തയ്യൽ മെഷീൻ വാങ്ങാൻ കാണിക്കുന്ന ആ ഒരു ചെറിയ ധൈര്യമുണ്ടല്ലോ, അത് നിങ്ങളെ ഗൾഫിൻ്റെ മണ്ണിൽ ഒരു വൻ വിജയിക്കുന്ന ഒരു ബിസിനസ് വുമണാക്കി മാറ്റിയേക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരിമാർക്ക് റൂമിലിരുന്ന് തന്നെ മാസം നല്ലൊരു തുക വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭർത്താവിന് വലിയൊരു താങ്ങാകുവാനും സഹായിക്കുന്ന വമ്പൻ പ്രായോഗിക വഴികളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രവാസ ജീവിതം ഇന്നത്തോടെ മാറി മറിയും. വീഡിയോ മുഴുവനായും കാണുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കളായ മറ്റുള്ളവരിലേക്കൊക്കെ എത്തപ്പെടും. നമ്മുടെ പ്രവാസി വീട്ടമ്മമാർ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഗൾഫിൽ റൂമിലൊക്കെ ഇരുന്ന് തയ്ച്ചാൽ കസ്റ്റമേഴ്സിനെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഈ നാട്ടിലെ പോലെ തന്നെ ആൾക്കാർ നടന്നു വന്ന് തുണിത്തരങ്ങളൊന്നും തരൂലല്ലോ എന്നാണ് എല്ലാവരും ഒരു ചോദ്യം. അവിടെയാണ് നമ്മൾ ഗൾഫിലെ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കേണ്ടത്. ഗൾഫിൽ ലക്ഷക്കണക്കിന് മലയാളി കുടുംബങ്ങളുണ്ട്. അവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചുരിദാറുകളോ ബ്ലൗസുകളോ ഒന്നും ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ല ഫംഗ്ഷന് വരുമ്പോൾ തയ്ക്കാനോ ഒരു നല്ല തയ്യൽക്കാരെ കിട്ടാനില്ല. വലിയ ലേഡീസ് ടൈലറിംഗ് ഷോപ്പുകളിൽ പോയാൽ വൻ തുക കൊടുക്കണം, പലപ്പോഴും വിചാരിച്ച ഫിറ്റിംഗ് കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് തയ്ച്ചു കൊടുക്കുന്ന സ്ത്രീകളെ ഗൾഫിലെ മലയാളികൾക്ക് ജീവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിനെ പറ്റി ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. കാരണം ഗൾഫിൽ എത്രയോ ആൾക്കാർ നാട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ അടുത്തുനിന്ന് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിയിട്ട് അതൊക്കെ പാടെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് ഇവിടുന്ന് ഗൾഫൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഗൾഫിൽ ഇങ്ങനൊരു കാര്യങ്ങൾക്ക് തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഇത്ര കഷ്ടപ്പെട്ട് ഇവിടുന്ന് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടുന്ന് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാമല്ലോ അല്ലേ? നോക്കേണ്ടി ഒരുവിധം നല്ല ഈ നാട്ടിലുള്ള ടൈലേഴ്സൊക്കെ പറയും, ഈ ഓൺലൈനായി ചെയ്യണവരൊക്കെ പറയണ കേട്ടില്ലേ, പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സാണ്. എന്തുകൊണ്ടാണ് പുറത്ത് രാഷ്ട്രങ്ങളിലേക്ക്, പുറത്ത് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ നിൽക്കണമെങ്കിൽ ഇവിടുന്ന് തയ്ച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകണത്? കാരണം അവിടെ അങ്ങനെ ഒരു അവസരം ഒരിക്കില്ല. അപ്പം നമ്മളെ ഈ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾക്ക് തന്നെ അങ്ങനെ ഒരു അവസരം അവിടെ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലൊരു വൻ വിജയമാക്കി എടുക്കാൻ തന്നെ കഴിയും. ഇനി ഇതെങ്ങനെ പ്രായോഗികമാക്കി എടുക്കുക എന്നുള്ളത് ഒരു 5 ഘട്ടങ്ങളായിട്ട് നമുക്ക് നോക്കിയാലോ. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് നമ്മളിതിനൊന്ന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ദ സെറ്റപ്പ്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഭർത്താവുമായിട്ടൊന്ന് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുക. എനിക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഞാനൊരു പഠിച്ച പണിയല്ലേ, അല്ലെങ്കിൽ ഞാനിതൊന്ന് പഠിക്കട്ടെ, ഞാനിവിടെ ഇങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഈ സംസാരിച്ച് ഒരു ചെറിയ തയ്യൽ മെഷീൻ റൂമിലെത്തിക്കുക നമ്മൾ എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഈ ഗൾഫിൽ റൂമുകളൊക്കെ വലിയ വലിയ മെഷീനുകളൊന്നും വെക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എളുപ്പം എടുത്ത് മാറ്റാൻ കഴിയുന്ന ടേബിൾ ടോപ്പിൽ വരുന്ന ഇലക്ട്രോണിക് മെഷീനുകൾ വാങ്ങുക. സിംഗർ അല്ലെങ്കിൽ ബ്രദർ ഒക്കെ ബ്രാൻഡുകൾ ഗൾഫിൽ വളരെ കുറഞ്ഞ വിലക്ക്, ഉദാഹരണം പറഞ്ഞാൽ 300, 400, 500 ദിർഹമിൻ്റെ ഉള്ളിലൊക്കെ വാങ്ങാൻ കിട്ടും അവർക്ക്. അത് നിങ്ങളെ റൂമിൽ ഒരു ചെറിയ മേശപ്പുറത്ത് നിങ്ങൾക്ക് വെക്കുക. തയ്യൽ സാധനങ്ങളായിട്ടുള്ള കത്രിക, നൂല് എന്നിവയൊക്കെ വാങ്ങുക. ഇതൊരു ചെറിയ നിക്ഷേപമായിട്ട് മാത്രം കണക്കൂട്ടുക, പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വലിയ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിയും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആൾ ഗൾഫിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി ആൾക്ക് നല്ല ലാഭം ഉണ്ടായി, ഇങ്ങനെ ഓൾട്രേഷൻ കാര്യങ്ങൾ വർക്കൊക്കെ. ആളിപ്പം നാട്ടിൽ സെറ്റിലാണ്. പക്ഷേ ഗൾഫിൽ ചെറുപ്പം മുതൽ മക്കൾ ചെറിയതായ അന്ന് മുതൽ ഇതുവരെ ഗൾഫിൽ സെറ്റിലായിരുന്നു. ഇപ്പോൾ മക്കളൊക്കെ +1 +2 പ്രായം എത്തിയാരെയാണ് നാട്ടിൽ വന്ന് സെറ്റിലാണത്. നന്നായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി ആൾ പറയും അവിടെ അങ്ങനെ സ്റ്റിച്ചിനുള്ള ആൾക്കാരൊന്നുമില്ല, നമ്മളെ ചുറ്റുവട്ടത്തുള്ള പോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ മലയാളീസ്
ഇങ്ങനെ അറിയണവർക്കൊക്കെ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ കഴിയാത്തവരൊക്കെ നമ്മളെ അടുത്തേക്ക് നന്നായിട്ട് വർക്ക് കൊണ്ടുവരും. ഇനി ഈ ഓണം അങ്ങനെയുള്ള സീസണുകളൊക്കെ വരുമ്പം ബ്ലൗസ് അവിടെ ഓണത്തിൻ്റെയൊക്കെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരും ഇനി എന്ന് അവർ പറയും. അവർ നന്നായിട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോയൊരു കാര്യം ഇനി ഗൾഫിലിത്. പിന്നെ മക്കളെ പഠനാർത്ഥം നാട്ടിലോട്ട് വന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയാലോ, ആളുകളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കുന്നു, ഫൈൻഡിങ് കസ്റ്റമേഴ്സ്. ഗൾഫിൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ നമുക്ക് നാട്ടിലെ രീതിയിൽ നോക്കിയാൽ നടക്കൂല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനൊരു 3 വഴികളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ബാച്ചിലർ ഫാമിലി ബിൽഡിങ്ങുകൾ, അതായത് നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലോ ബിൽഡിങ്ങിലോ ഉള്ള മറ്റ് മലയാളി സ്ത്രീകളോട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുക. ഞാൻ നാട്ടിൽ തയ്യൽ ചെയ്തിരുന്നതാണ്, ആൾട്രേഷൻ പണികളോ ചുരിദാറോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരാം എന്ന് നമ്മൾ തുറന്ന് പറയണം. കാരണം അത് നമ്മളെ കാര്യമാണ്. തുടക്കത്തിൽ നിങ്ങളെ ബിൽഡിങ്ങിലുള്ള ഒരു കുട്ടിയുടെ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ ബ്ലൗസോ സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ കൂലിക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കുക. നിങ്ങളെ ഫിനിഷിങ്ങോ നല്ലതാണെങ്കിൽ അവർ ആ ബിൽഡിങ്ങിലുള്ള മുഴുവൻ ഫാമിലി ഗ്രൂപ്പുകളിലും നിങ്ങളെ പേര് പറഞ്ഞു കൊടുക്കും. കാരണം ഒരാളത് ചെയ്തു കൊടുത്താൽ ആ ആളെ വായിന്ന് മറ്റുള്ളവർ ഇത് കേൾക്കും. ഗ്രൂപ്പുകളിലൂടെയൊക്കെ അവരെന്നെ പറയും. കാരണം അവരെന്നെ തമ്മിലുള്ള സംസാരക്കാരെ സ്റ്റിച്ച് ചെയ്യാൻ എവിടെ കൊടുക്കും എന്നറിയില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരാളത് ചെയ്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി കൊടുത്ത് ഒന്ന് ഫ്രീ ആയി ചെയ്ത് കൊടുത്താൽ ഒന്നും പറ്റില്ല. കാരണം അതിൻ്റെ ഇരട്ടിൻ്റെ വർക്ക് നമുക്ക് വരും. അത് ഫിനിഷിങ്ങോട് കൂടി ചെയ്ത് കൊടുത്താൽ ചെയ്യണ വർക്ക് നന്നായി ഫിനിഷിങ്ങോട് കൂടി തന്നെ ചെയ്യാൻ നോക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിലുള്ള, ഉദാഹരണത്തിന് ഇപ്പോൾ ഷാർജയിലുള്ള ഒരു മലയാളി കൂട്ടായ്മ അല്ലെങ്കിൽ ദോഹ ഫാമിലി ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ മെമ്പർ ആവുക ആദ്യം. എന്നിട്ട് അതിലുള്ള ലേഡീസ് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നു എന്ന് നിങ്ങളൊരു ലൊക്കേഷൻ സഹിതം പോസ്റ്റ് ചെയ്യുക. ഗൾഫിലുള്ള ആളുകൾ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ തരും, ഇങ്ങനെ ആരെങ്കിലും കിട്ടുമോ എന്നുള്ളത്. മൂന്നാമത് കൂട്ടുകാരികളുടെ സഹായം ചെയ്യുക. അതായത് ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോ കുടുംബങ്ങളിലേക്കൊക്കെ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക. റൂമിലിരുന്ന് തയ്ച്ചു കൊടുക്കുന്നു ഒരാളുണ്ട് എന്ന വിവരം വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ അവരോട് പറയാം. അതേപോലെ തന്നെ കെട്ടിയോന്മാരോടും പറയാൻ പറയാം. ഓല് തമ്മിൽ കുറേ കോണ്ടാക്റ്റുള്ള ആൾക്കാരുണ്ടാവും, ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ. ഓലോടൊക്കെ പറയാൻ പറയാം, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ റൂമിലിരുന്നായിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊണ്ടിട്ടോ എന്നുള്ളത് ഒന്ന് പറയാം. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയാലോ, ഗൾഫിൽ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ജോലികൾ. ഗൾഫിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിലൊന്ന് വരുന്നത് ആൾട്രേഷനാണ്. ഈ ഗൾഫിലുള്ള മാളുകളിൽ നിന്നും ഓൺലൈന് ഈ ഷെയിൻ മാക്സ് ഇങ്ങനത്തെ ഇതിന്നൊക്കെ വഴി ആളുകൾ വസ്ത്രം നല്ലോണം വാങ്ങാറുണ്ട്. മിക്കപ്പോഴും ഇതിൻ്റെ നീളം കൂട്ടാനോ കുറക്കാനോ വണ്ണം കൂട്ടാനോ ഒക്കെ ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട്. ഈ ആൾട്രേഷൻ പണിക്ക് ഗൾഫിൽ നല്ല ഡിമാൻഡാണ്. വലിയ പണിയൊന്നുമില്ല, പക്ഷെ നല്ല വരുമാനം കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. അതേപോലെ കിഡ്സ് വെയറുകൾ. ഈ ഗൾഫിൽ കുട്ടികളുടെ പിറന്നാൾ പാർട്ടികളൊക്കെ വലിയ ആഘോഷമാണ്. തീം ബോർഡൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുടുപ്പുകൾ, പാവാടകളും ബ്ലൗസ് എന്നിവയൊക്കെ തയ്ച്ച് കൊടുക്കാൻ പഠിച്ചാൽ നമുക്ക് വലിയൊരു തുക ഉണ്ടാക്കാം. കാരണം ഈ ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ അവർ ആ തീം ബേസ്ഡ് ഡ്രസ്സൊക്കെ തരും. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണോലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൽക്ക് ഉഷാറാവും. കാരണം നമുക്ക് ചെയ്ത് കൊടുക്കാനും കഴിയും. ഓൽക്ക് അധികം അവിടുത്തെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ നല്ല വിലയാണ്, നല്ല പൈസയാവും. മൂന്നാമത് വരുന്നത് ഓൺലൈൻ മെറ്റീരിയൽ സ്റ്റിച്ചിങ് ആണ്. കസ്റ്റമേഴ്സിന് തുണി വാങ്ങിയാട്ട് നിങ്ങളെ റൂമിൽ കൊറിയർ വഴിയോ നേരിട്ടോ എത്തിക്കും. നിങ്ങളത് തയ്ച്ച് കൊടുത്താട്ട് ഓൽക്കത് തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്താൽ മതി. കാരണം ഒരു ഇത്തിരി ദൂരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അവർ മെറ്റീരിയൽ അയച്ചു തന്നോളൂ. നാലാമത്തെ ഒരു സ്റ്റെപ്പ് വരുന്നത് ഗൾഫിലെ നിയമങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഗൾഫിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കുക തന്നെ വേണം. വലിയ രീതിയിൽ ബോർഡുകൾ വെച്ചോ റൂമിലേക്ക് ഒരുപാട് ആളുകൾ നിരന്തരമായി വന്നു പോകുന്ന രീതിയിലോ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സായിട്ട് എപ്പോഴും വാട്സപ്പ് വഴി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അവർക്ക് തുണിത്തരങ്ങൾ ഭർത്താവ് വഴി റൂമിലെത്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം വാങ്ങി വരികയോ ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഫിനിഷിങ് ചെയ്ത ഡ്രസ്സ് കൊറിയർ വഴിയോ, ഈ ഗൾഫിലൊക്കെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഡെലിവറി സർവീസുകളുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് വഴിയോ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുകയും വേണം. ഇനി അഞ്ചാമത്തൊരു സ്റ്റെപ്പ് നോക്കിയാലോ, വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. തുടക്കത്തിലൊക്കെ നമ്മൾ കുറഞ്ഞ കൂലിക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങളെ ഫിനിഷിങ്ങൊക്കെ കണ്ട് ആളുകൾ സ്ഥിരമാകുമ്പോൾ നല്ല റേറ്റ് നമുക്ക് വാങ്ങാം. കാരണം ഗൾഫിലൊരു ബ്ലൗസ് തയ്ക്കാൻ തന്നെ 50 മുതൽ 100 ദിർഹം വരെ
അല്ലെങ്കിൽ റിയാലൊക്കെ വരെ വാങ്ങാറുണ്ട്. ആലോചിച്ച് നോക്കി, ദിവസം ഒരൊറ്റ ബ്ലൗസ് തയ്ച്ചാൽ പോലും മാസം എത്ര വലിയ ഒരു തുക നിങ്ങൾക്ക് ലാഭമായിട്ട് സമ്പാദിക്കാമെന്ന്. ഭർത്താവിൻ്റെ ശമ്പളം കൊണ്ട് മാത്രമാണ് നമ്മൾ റൂം വാടകയും ചിലവൊക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ടുന്ന പ്രവാസ ലോകത്തേക്ക് നിങ്ങളുടെ ഈ ഒരു വരുമാനം വലിയൊരു സമ്പാദ്യമായി തന്നെ മാറും. ഇനി തയ്യൽ ഒട്ടും അറിയാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഗൾഫിലിരുന്ന് ഈ ഒരു ഒഴിവ് സമയം നിങ്ങളിലുള്ള വലിയൊരു അവസരമാണിത്. ഓൺലൈൻ കൂടിയൊക്കെ നിങ്ങൾക്ക് ഇത് പഠിച്ചെന്നെങ്കിലും തുടങ്ങാം. കാരണം ഇത് അത്രക്കും നിങ്ങളെ മുന്നിലേക്കുള്ളൊരു അവസരമായിട്ട് തന്നെ നിങ്ങൾ കാണണം. ഒരു ഇതുമില്ലല്ലോ, കാരണം വെറുതെ ഇരിക്കല്ലേ. വെറുതെ ഇരുന്ന് നമ്മൾ ഡിപ്രഷൻക്കൊക്കെ പോകുന്നതിലേറെ എത്രയോ നല്ലതാണ് ഒരു പുതിയ തൊഴിൽ പഠിക്കുന്നത്. ഭർത്താവിനൊപ്പം ഗൾഫിൽ അന്തസ്സായി എന്നെ പിടിച്ചു നിൽക്കാനും പറ്റും. നാട്ടിൽ വരുമ്പോൾ സ്വന്തമായി ഒരു ബുട്ടീക്ക് തുടങ്ങാനോ ആത്മവിശ്വാസമൊക്കെ നേടാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കാരണം നാട്ടിൽ വരുന്ന സമയത്ത് ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗൾഫിൽ ഒരാളും അറിയില്ല നമ്മളിങ്ങനെ പഠിക്കണ ഒരു കാര്യമൊന്നും നാട്ടിൽ. അപ്പോൾ അവർക്കും നാട്ടുകാർക്കും നമുക്കൊരു സർപ്രൈസായിട്ട് നമുക്ക് വരുമ്പം തന്നെ ഇങ്ങനെ ബുട്ടീക്കൊക്കെ തുടങ്ങാനുള്ള ഒരു അവസരത്തിലേക്ക് നമുക്ക് മാറിപ്പോവാം. അതൊരു വലിയൊരു വിജയമാക്കി തന്നെ നമുക്ക് മാറ്റാം. അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രവാസി സഹോദരിമാരെല്ലാവരും ഗൾഫിൽ ആ ഒരു കൊച്ചു റൂമിൽ മടിച്ചിരിക്കാതെ ഇന്ന് തന്നെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു ചെറിയ മെഷീൻ വാങ്ങാൻ പ്ലാനിടുക. പ്രവാസി ലോകത്ത് നമ്മളും ഒരു വിജയമായി മാറുക തന്നെ ചെയ്യും. ഇതിനൊക്കെ ഒരുപാട് അവസരങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ വിചാരിച്ചും അവിടെ പോയി ആ റൂമിലിരുന്ന് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ റൂമിൽ അവിടെ കുത്തിർക്കുക, വൈകുന്നേരം ഫോൺ കാണുക, ടൈം കളയുക, കടന്നുറങ്ങുക, ഈ ഒരൊറ്റ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളേതായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. ആദ്യം സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തിട്ട് ഞമ്മക്കും വേണ്ടിയിട്ടൊരു വരുമാനം ഉണ്ടാക്കി നോക്കി. അതിൻ്റെ ഒരു അന്തസ്സ് അത് വേറെ തന്നെയാണ്. ഭർത്താവിൻ്റെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ മക്കളൊരു ബർത്ത്ഡേ, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭർത്താവിൻ്റെ പൈസ കൊണ്ടല്ലാതെ നമ്മളെ കയ്യിൽ വരുന്ന പൈസ കൊണ്ട് ഒരിത്തിരിയെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയുമ്പോൾ ആ ഒരു മനസ്സിക്കുള്ളൊരു സുഖം എത്രയെന്നറിയോ? അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല. കാരണം അത്രക്കും സന്തോഷം നമുക്കുണ്ടാവും. നമ്മളെ കയ്യിലേക്ക് ഒരു രൂപ വന്നാൽ തന്നെ നമ്മളെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കും. ആരെ മുന്നിലും നമുക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാം. നമ്മൾ ഭർത്താക്കന്മാർക്ക് സന്തോഷത്തോടു കൂടി അവർക്കൊരു സന്തോഷക്കാരം. കാരണം അതുപോലെ നമുക്ക് കിട്ടണമെന്നില്ലാണ്ട് പൂത്തി വെക്കാതെ നമ്മളെല്ലാത്തിലും ഭർത്താവിനെ സഹായിച്ചു കൊടുക്കുക. നമുക്ക് അവരൊരു ബുദ്ധിമുട്ട് വരുന്ന നേരത്ത് അവരൊന്ന് സഹായിച്ചു കൊടുത്താൽ അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം അവർക്ക് മറ്റൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവാസ ലോകത്ത് നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയും. വെറുതെ ഇങ്ങനെ അവിടെ പോയി ഭർത്താവിൻ്റെ കൂടെ റൂമിൽ നിൽക്കേണ്ട ഒരാവശ്യമില്ല. ഈ വീഡിയോ ഗൾഫ് റൂമുകളിൽ ഒന്നും ചെയ്യാതെ വിഷമിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും അതുപോലെ പ്രവാസി ഗ്രൂപ്പുകളിലേക്കൊക്കെ ദയവായി ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളിട്ടോ. കാരണം നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതത്തിൽ വലിയൊരു വരുമാന മാർഗമായി മാറിയേക്കാം. അടുത്തൊരു പവർഫുൾ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും. ഇനി എന്തൊക്കെ വീഡിയോ ആണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ കാണുന്നവർ എവിടെ നിന്നിട്ടാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങളെ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. പ്രവാസികളാണെങ്കിൽ നിങ്ങൾ പ്രവാസ ലോകത്ത് എവിടെയാണെന്നും നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിൽ എവിടെ നിന്നാണോ കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.